ഈ കാലഘട്ടത്തിൽ ഒരു പൊതു ചിന്താഗതിയുണ്ട്. വിദ്യാഭ്യാസമില്ലാത്തവരും ശാസ്ത്രബോധമില്ലാത്തവരുമാണ് ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവരെന്ന്. പ്രത്യേകിച്ച് നിരീശ്വരവാദികളുടെ വലിയൊരു കൂട്ടം തന്നെ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് ദൈവമില്ല എന്ന് വാദിക്കുന്നവരും ദൈവവിശ്വാസികളായ പുതുതലമുറയെ പുരോഗമനം പറഞ്ഞ് ശാസ്ത്രീയവും ഇതുവരെ തെളിയിക്കപ്പെടാത്തതുമായ ചില വസ്തുതകളൊക്കെ നിരത്തി ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നവരും ഒരു പരിധിവരെ അവർ അതിൽ വിജയിച്ചവരുമാണ്. ഇവരെ തന്നെ ബുദ്ധിമാന്മാർ എന്നും വിളിക്കുമ്പോൾ ബൈബിൾ ഇവരെ വിളിക്കുന്നത് മൂഢന്മാർ എന്നാണ്. കാരണം ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഇന്നത്തെ പുതുതലമുറ മനസ്സിലാക്കണം, ശാസ്ത്രബോധം ഉണ്ടായിരുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ പല ശാസ്ത്രജ്ഞന്മാരും യേശുവിൽ വിശ്വസിച്ചിരുന്നവരും ബൈബിൾ വായിക്കുന്നവരും ആയിരുന്നുവെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനായിട്ടുണ്ടായ സാഹചര്യം. ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടുതൽ റീച്ച് ചെയ്യാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ദൈവവിശ്വാസിയായിരുന്ന കെപ്ലർ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ചരിത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. കെപ്ലർ ഇല്ലായിരുന്നുവെങ്കിൽ വാനനിരീക്ഷണ ശാസ്ത്രവും ബഹിരാകാശ യാത്രയും ഇന്ന് നാം കാണുന്നത്ര ഉന്നതിയിൽ ആകുമായിരുന്നില്ല. 1571 ജർമ്മനിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ശൈശവ പ്രായത്തിൽ തന്നെ രോഗബാധിതനായിരുന്നതിനാലും കെപ്ലറെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ ഒരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ പോലും പറ്റുമായിരുന്നില്ല. എങ്കിലും ബുദ്ധിമാനായ അദ്ദേഹത്തിന് ജർമ്മനിയിലെ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടെ അഡ്മിഷൻ ലഭിക്കുവാനിടയായി. 1500 കാലയളവ് എന്നത് റോമൻ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൻ്റെ നാളുകളായിരുന്നു. കെപ്ലർ ഭക്തിയും സമർപ്പണവുമുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായിരുന്നതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും മറ്റൊന്നിലേക്കും ഒരു പട്ടണത്തിൽ നിന്നും മറ്റൊന്നിലേക്കും കൂടെ മാറിപ്പോകേണ്ടതായ സാഹചര്യമുണ്ടായി. ശാരീരിക ക്ലേശങ്ങളും മതപരമായ പീഡനങ്ങളും തന്നെ ജീവപര്യന്തം വേട്ടയാടിയെങ്കിലും തന്നിലെ ശാസ്ത്രജ്ഞനെ കൊല്ലുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ശാരീരിക ക്ഷമതയില്ലാത്തവനും അതേസമയം മതപരമായ പീഡനങ്ങൾ ഏറ്റവുമായ ഒരു വ്യക്തി ഉന്നതവും മറ്റാരും ചിന്തിക്കാത്ത രീതിയിലുള്ളതുമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുമെന്നത് സങ്കല്പിക്കുവാൻ പോലും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കോപ്പർനിക്കസ്, ടൈക്കോ ബ്രാഹെ, ഗലീലിയോ ഗലീലി തുടങ്ങിയവർ വാനശാസ്ത്രാനുബന്ധമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയെങ്കിലും അവർക്കാർക്കും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സഞ്ചാരത്തിൻ്റെ പ്രമാണം അല്ലെങ്കിൽ നിയമം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരണം ആദ്യം നൽകിയത് കെപ്ലറാണ്. താൻ വിഭാവനം ചെയ്ത ഗ്രഹങ്ങളുടെ സഞ്ചാരക്രമം, ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന തത്വം ഇന്നത്തെ ഊർജതന്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. സൂര്യന് ചുറ്റും ഒരു പ്രത്യേക അനുപാതത്തിൽ ഗ്രഹങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നുവെന്ന് ഇന്നത്തെ സ്കൂൾ കുട്ടികൾക്കറിയാം. ഇത് കണ്ടെത്തിയത് കെപ്ലർ ആയിരുന്നു. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നതോടൊപ്പം സ്വന്തം അച്ചുതണ്ടിൽ നിന്ന് കറങ്ങുന്നു. അതുമായി തുലനം ചെയ്യുമ്പോൾ ഗ്രഹങ്ങൾക്ക് വ്യത്യസ്തമായ സംക്രമണ രീതിയാണെന്ന നിഗമനമാണ് പ്രഥമ ദൃഷ്ടിയിൽ ഉളവായിരിക്കുന്നത്. അതിസങ്കീർണമായ ഒരു പഠനത്തിൽ നിന്നുമാണ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിവരണം കെപ്ലർ നൽകിയത്. അദ്ദേഹം തൻ്റെ കണ്ടെത്തലിലൂടെ ബഹിരാകാശ മെക്കാനിക്സിന് അടിത്തറയിട്ടു. കെപ്ലർ 25-ാം വയസ്സിൽ ശാസ്ത്ര സംബന്ധമായ തൻ്റെ കണ്ടെത്തലുകൾ പുസ്തക രൂപത്തിലാക്കി. തൻ്റെ കണ്ടെത്തലുകൾ ക്രമീകൃതമായി കുറിച്ചു വയ്ക്കുന്നതിൽ കെപ്ലർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ലോകമെമ്പാടും ശാസ്ത്രീയ പഠന ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പിൻഹോൾ ക്യാമറയിലൂടെയുള്ള രൂപകൽപ്പനയെ ആദ്യമായി പഠന വിഷയമാക്കിയത് കെപ്ലർ ആയിരുന്നു. തിമിര നീക്കി കാഴ്ച സുഗമമാക്കുന്ന രീതി ആദ്യമായി വിശദീകരിച്ചത് ഇദ്ദേഹമായിരുന്നു. ഹ്രസ്വദൃഷ്ടിക്കും ദീർഘദൃഷ്ടിക്കും അനുയോജ്യമായ ഗ്ലാസുകൾ അല്ലെങ്കിൽ ലെൻസുകൾ രൂപകൽപ്പന ചെയ്തതും കെപ്ലർ ആയിരുന്നു. 2 കണ്ണുകളുടെ സഹായത്തോടെ ഒരു വസ്തുവിൻ്റെ സൂക്ഷ്മ നിശ്ചിത ജ്ഞാനം
വിശദീകരിക്കുവാൻ കഴിയുമെന്നും ആദ്യം വ്യക്തമാക്കിയത് ഇദ്ദേഹമായിരുന്നു. ഗലീലിയോ സമർത്ഥനായ ശാസ്ത്രജ്ഞനായിരുന്നിട്ടും വേലിയിറക്കത്തിനും വേലിയേറ്റത്തിനും കാരണം ചന്ദ്രനാണെന്ന് താൻ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ കെപ്ലർ ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുന്നതിനായി ദർശന സ്ഥിതി വ്യത്യാസം എന്ന തത്വം ആദ്യമായി ഉപയോഗിച്ചത് കെപ്ലർ ആയിരുന്നു. ഇന്നും നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഈ തത്വത്തിന് സവിശേഷ സ്ഥാനമുണ്ട്. ലെൻസുകളിലൂടെ പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കുന്നതും ടെലസ്കോപ്പിന്റെ പ്രവർത്തന രീതിയും ആദ്യമായി വിശദമാക്കിയത് കെപ്ലർ ആയിരുന്നു. പ്രതിബിംബമുണ്ടാക്കൽ, രശ്മിയെ ഇഷ്ടാനുസരണം തിരിച്ചുവിടുക തുടങ്ങിയ ലെൻസ് സംബന്ധമായ വിഷയങ്ങൾക്ക് അടിസ്ഥാനമിട്ടത് കെപ്ലർ ആയിരുന്നു. ആ നിലയിൽ ആധുനിക ഒപ്റ്റിക്സിന്റെ പിതാവായി താൻ അറിയപ്പെടുന്നു. ജ്യോതിശാസ്ത്രം തുടങ്ങി ലാപ്രോസ്കോപ്പിക്ക് ശസ്ത്രക്രിയ വരെ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒന്നായി താൻ വിഭാവനം ചെയ്ത ഒപ്റ്റിക്സ് വികാസം പ്രാപിച്ചു. ക്യാമറകൾ, പ്രൊജക്ടറുകൾ, കമ്പ്യൂട്ടർ സിഡികൾ തുടങ്ങിയവയെല്ലാം വികാസം പ്രാപിച്ച ഒപ്റ്റിക്സിന്റെ സംഭാവനകളാണ്. ഇന്റഗ്രൽ കാൽക്കുലസിന് അടിസ്ഥാനമിട്ടത് കെപ്ലറാണ്. ഇന്റഗ്രൽ കാൽക്കുലസ് ഇല്ലായിരുന്നുവെങ്കിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇന്നും ശൈശവാവസ്ഥയിൽ തന്നെ നിൽക്കുമായിരുന്നു. ഗണിതശാസ്ത്രത്തിൽ ലോഗരിതം ആദ്യമായി കണ്ടുപിടിച്ചത് കെപ്ലർ ആയിരുന്നു. ഇന്ന് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന സാറ്റലൈറ്റ് എന്ന സാങ്കേതിക നാമവും തൻ്റെ സംഭാവനയായിരുന്നു. യോഹാൻസ് കെപ്ലർ ഒരു ശാസ്ത്ര പ്രതിഭയായിരുന്നു. അതേസമയം തന്നെ സമർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തു വിശ്വാസിയും. ദൈവത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പൂരകങ്ങളാണെന്ന് താൻ ഉറച്ചു വിശ്വസിച്ചു. ക്രമീകൃതമായ പ്രപഞ്ചത്തിന് പിന്നിൽ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചുവെന്നും പ്രകൃതിയെക്കുറിച്ച് സശ്രദ്ധം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ക്രമീകരണം മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നും താൻ പറഞ്ഞു. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രത്തെ വിശകലനം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. പ്രസ്തുത വിശകലനത്തിന്റെ ഫലമായി യേശുവിൻ്റെ ജനന സമയം കൃത്യമായി കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുക മാത്രമല്ല, വിശകലനം ചെയ്ത് വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ വർഷമാണ് യേശുവിൻ്റെ ജനന വർഷമായി പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. തൻ്റെ വിശ്വാസം ജീവിതത്തിലാകെ മുറുകെ പിടിച്ച കെപ്ലർ താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലവും ഉളവാക്കാൻ കഴിയുന്ന സൃഷ്ടാവാണ് ദൈവം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ദൈവം നടത്തുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന അദ്ദേഹം തൻ്റെ ജീവിതാന്ത്യത്തിൽ സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ജീവിതം കൊണ്ടും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടും ദൈവനാമം മഹത്വപ്പെട്ടു. പ്രിയമുള്ളവരെ, ശാസ്ത്രബോധമുള്ളവരും ചരിത്രബോധമുള്ളവരും ഒരിക്കലും ദൈവവചനത്തെയും ദൈവത്തെയും തള്ളിപ്പറയുകയില്ല. ലോകത്തെ പറ്റിയുള്ള ദൈവവചന പ്രവചനങ്ങൾ എത്ര സത്യമായിരുന്നു! പല രാജാക്കന്മാരും പിതാവായ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തിയവരാണ്. ചരിത്രത്തിൽ കാണുന്ന നെബൂഖദ്നേസർ ഒരു ഉദാഹരണം മാത്രമാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല പ്രവചനങ്ങളും ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. ലോക ചരിത്രത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ദൈവവചനത്തിൽ പ്രവചന ശബ്ദങ്ങളായി മുഴങ്ങിക്കേട്ടിരുന്നവയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അവസാനം എങ്ങനെ പോകുന്നുവെന്നും അവസാന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരു അവസാന കാലഘട്ടമാണ്. പിശാച് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുവാൻ തനാവുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ പോരാടാം. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. ഈ ലോകത്തിൽ പിശാച് കൊണ്ടുവരുന്ന വഞ്ചനയ്ക്കകത്ത് ആരും തകർന്നു പോകാതെ, ദൈവവിശ്വാസത്തിൽ നിന്നും മാറിപ്പോകാതെ ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.